Hello and welcome back. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ കുറച്ച് ഫോർമുലാസ് ആണ്. ഓക്കെ, അപ്പം അതിൽ എല്ലാ ഫോർമുലയും ചെയ്യുന്നില്ല. ഞാൻ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ജസ്റ്റ് നമുക്ക് 2 ഫോർമുല മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, ബാക്കിയുള്ളത് ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല ഉണ്ടാവും, അത് ബൈ ഹാർട്ടായിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം നമുക്ക് 2 ഫോർമുല പഠിക്കേണ്ടത്. ഒന്ന് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ഓക്കെ, ഇത് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഫോർമുല ആയിട്ട് തന്നെ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ, ഇത് ഫസ്റ്റ് ഫോർമുല. അതുപോലെ ഒരു സെക്കൻഡ് ഫോർമുല ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ആണെങ്കിൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഈ 2 ഫോർമുല നിർബന്ധമായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ വേറെയും ഫോർമുലാസ് ഉണ്ട് ടെക്സ്റ്റിൽ, അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ഷോ ദാറ്റ് tan inverse half plus tan inverse 2 by 11 equal to tan inverse 3 by 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുക, അത് കഴിഞ്ഞ് ആ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, അതിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടാൻ ഇൻവേഴ്സ് ഹാഫ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2 by 11. അപ്പോൾ ഇത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോമാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താണ്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, അതായത് 1 by 2 പ്ലസ് 2 by 11 ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 by 2 ഇൻറ്റു 2 by 11. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. അപ്പം ഇതെന്തായിരിക്കും? ഹാഫും 2 by 11ഉം ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് LCM കാണണം. അപ്പോൾ LCM എന്ന് പറയുന്നത് 22 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 11 പ്ലസ് 2 ഇൻറ്റു 2 4 ഡിവൈഡഡ് ബൈ 22 ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് 1 മൈനസ് 1 by 11 എന്നാണ് വരാം. ഓക്കെ, 1 മൈനസ് 1 by 11. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ആവുന്നത്? ടാൻ ഇൻവേഴ്സ് ന്യൂമറേറ്ററിൽ 11 പ്ലസ് 4 എന്ന് പറയുമ്പോൾ 15 by 22 വരും. താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ LCM എടുത്തു കഴിഞ്ഞാൽ 11 മൈനസ് 1 10 ഡിവൈഡഡ് ബൈ 11 എന്ന് വരും. ഓക്കെ, ഇനി ഇത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ അറിയാത്തവർ എപ്പോഴും ഇങ്ങനെ എഴുതുക. ടാൻ ഇൻവേഴ്സ് 15 by 22 ഡിവൈഡഡ് ബൈ 10 by 11 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇൻറ്റു 11 by 10 എന്ന് എഴുതും. താഴെയുള്ളതിൻ്റെ റെസിപ്രോക്കൽ എഴുതാം. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ഡിവൈഡ് ചെയ്യാം. ഇവിടെ 11ഉം 22ഉം 2 ഇൻറ്റു 11 ആണ് 22. അപ്പോൾ ഇവിടെ 2 വരും. അതുപോലെ 15ഉം 10നെ നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 15ന് 3, ഇവിടെ 2. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുന്നത്? ടാൻ ഇൻവേഴ്സ് ന്യൂമറേറ്ററിൽ 3 മാത്രമേ ബാലൻസ് ഉള്ളൂ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 2 4. അപ്പോൾ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3 by 4 എന്ന് വന്നു. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3 by 4 എന്നുള്ളത്. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഫോർമുല അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അതുപോലെ വേറെ അഡീഷണൽ ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ അത് ടെക്സ്റ്റ് നോക്കി ചെയ്യുക. അതുപോലെ ആ ഒരു എക്സസൈസ്, ഓക്കെ, ഈ ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസ്, അതിൽ സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും ചെയ്യുക. ഈ ഫോർമുല ഡയറക്റ്റ് യൂസ് ചെയ്യേണ്ട കേസസ് ആണ് മെയിനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.